നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കസ്റ്റഡിയോ കെട്ടുകഥയോ? ജെയ്ഷെ ഭീകര സംഘടനാ തലവൻ മൗലാന മസൂദ് അസർ പിടിയിലെന്ന് പാക് സ്ഥിരീകരണം. എന്നാൽ പത്താൻകോട്ട് ആക്രമണത്തിന്റെ സൂത്രധാരനായ മസൂദിനെ അറസ്റ്റ് ചെയ്യാനാവില്ലെന്ന് ഷെരീഫ് സർക്കാർ. മസൂദിനെ മുന്നിൽ നിർത്തി പാകിസ്ഥാൻ നയതന്ത്ര ചർച്ചയ്ക്കായി വിലപേശലിനെന്ന് നിഗമനം. ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ ജെയ്ഷെ ഭീകരരെ പിടികൂടിയെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പിറക്കിയത് ഇന്നലെ രാത്രി. മസൂദ് അസറിന്റെയോ സഹോദരൻ അബ്ദുൾ റഹ്മാൻ റൌഫിന്റെയോ പേര് സൂചിപ്പിക്കാത്ത പത്രക്കുറിപ്പിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഓഫീസുകൾ അടച്ചുപൂട്ടിയതായും അറിയിപ്പ്. പാകിസ്ഥാനുമായി നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചയിൽ കേന്ദ്ര തീരുമാനമായില്ല. ഇന്നലെ രാത്രി വൈകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സുഷമ സ്വരാജ് നടത്തിയ ചർച്ചകളിലും നിറഞ്ഞത് അനിശ്ചിതത്വം. മസൂദ് അസറിനെ കസ്റ്റഡിയിലെടുത്തെന്ന് വരുത്തി ഇന്ത്യയെ നയതന്ത്ര ചർച്ചയുടെ കുരുക്കിൽ വീഴ്ത്താൻ പാകിസ്ഥാൻ ഉന്നമെന്ന് വിദേശകാര്യ വിദഗ്ധർ. ചർച്ച നീട്ടിവെക്കാൻ ഇന്ത്യൻ പക്ഷത്തു നിന്നും സാധ്യതയെന്ന് റിപ്പോർട്ട്. IS-ൽ വീണ്ടും ഇന്ത്യക്കാർ. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പദ്ധതിയിട്ട 4 ഇന്ത്യക്കാർ സിറിയയിൽ പിടിയിൽ. നിർണായക വിവരം കൈമാറിയത് ഇന്ത്യ സന്ദർശിക്കുന്ന സിറിയൻ ഉപപ്രധാനമന്ത്രി വാലിദ് അൽ മുലാം. പിടിയിലായവരുടെ വിവരങ്ങൾ ഉടൻ കൈമാറണമെന്ന് സിറിയയോട് ഇന്ത്യ. ദമാസ്കസിൽ പിടിയിലായ 4 പേരും യുവാക്കളെന്ന് സിറിയ. അറസ്റ്റിലായത് ജോർദാനിൽ നിന്ന് സിറിയയിലെത്തിയവർ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് വിശദീകരണം. IS-നു വേണ്ടി നിരവധി ഇന്ത്യക്കാർ തോക്കേന്തിയിട്ടുണ്ടെന്ന് ഉപപ്രധാനമന്ത്രി. അതേസമയം ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തടവിൽ കഴിയുന്ന 39 ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം തള്ളി മുലാം. IS തടവിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് വിശദീകരണം. IS-ൽ ചേരാൻ ശ്രമിക്കുന്നതിനിടെ 3 ഇന്ത്യക്കാർ നാഗ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിൽ. മാണി എന്ന മായാജാലം. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റിൽ മിസ്റ്റർ ക്ലീനായി മാണി. ബാർക്കോഴയിൽ രാജിവെച്ച സാഹചര്യം മാറിയാൽ മാണിക്ക് മന്ത്രിസഭയിലേക്ക് തിരികെ വരാമെന്ന് മുഖ്യമന്ത്രി. സത്യം ജയിക്കുമെന്ന വിശ്വാസത്തിന് മാറ്റമില്ലെന്നും മറ്റെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും KM മാണി. പൂട്ടിയ ബാറുകൾ തുറക്കാൻ ബാറുടമകളിൽ നിന്ന് 1 കോടി രൂപ വാങ്ങിയെന്ന കേസിൽ മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവില്ലെന്ന കണ്ടെത്തലുമായി വിജിലൻസ് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്നലെ. തുടർ നടപടികൾ റദ്ദാക്കാൻ അനുവദിക്കണമെന്ന് SP സുകേശൻ വിജിലൻസ് കോടതിയിൽ. മാണി കോഴ ചോദിച്ചതിനോ വാങ്ങിയതിനോ തെളിവില്ല. സാക്ഷിമൊഴികൾ സത്യമല്ലെന്നും ബിജു രമേശ് ഹാജരാക്കിയ ശബ്ദരേഖ തെളിവായി സ്വീകരിക്കാൻ ആവില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ. ബിജുവിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴി അസത്യമെന്നും റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കേസ് അന്വേഷിച്ച SP ആദ്യം സമർപ്പിച്ച വസ്തുതാവിവര റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാണിക്കെതിരെ കുറ്റപത്രം നൽകണമെന്ന്. പിന്നീട് കേസ് അവസാനിപ്പിക്കണമെന്ന അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയത് വിജിലൻസ് ഡയറക്ടറുടെ ഇടപെടലിനെ തുടർന്ന്. പുലിവാലിന്റെ ലാവ്ലിൻ കേസിൽ തനിക്കെതിരായ മുഖ്യമന്ത്രിയുടെ നീക്കം സ്വന്തം പാർട്ടിക്കാരെ കൂടി ലക്ഷ്യം വെച്ചെന്ന് പിണറായി വിജയൻ. മാധ്യമങ്ങളിലൂടെയാണ് ഹർജിയെക്കുറിച്ച് അറിഞ്ഞതെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അത്ഭുതകരം. പിണറായിയുടെ നവകേരള മാർച്ച് നാളെ ആരംഭിക്കാനിരിക്കെ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി CPM. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ 7 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ നടപടി ചോദ്യം ചെയ്യുന്ന ഹർജി വേഗം പരിഗണിക്കണമെന്ന ആവശ്യവുമായി സർക്കാർ ഹൈക്കോടതിയിലെത്തിയത് ഇന്നലെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് പിണറായി ആണെന്ന് കണ്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന ആക്ഷേപം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.